മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രവർത്തിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി മുകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ക്ലബിന്റെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെയും കൂത്തുപറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പാർലമെന്റ് സംഘടിപ്പിച്ചു. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് തീരപ്രദേശങ്ങളിലും കടലിലും അതിർത്തി പ്രദേശങ്ങളിലും ശക്തമായ നിരീക്ഷണവും പട്രോളിംഗും നടത്തിവരുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോടാണ് ചോദിക്കാറുള്ളത്. ലഹരി മാഫിയയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെന്നൊക്കെ വിശദീകരിക്കാം. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി സ്കൂൾ, കോളേജ് സ്ഥലങ്ങളിൽ ഷോർട്ട് ഫിലിമുകൾ, സെമിനാറുകൾ, ലഹരിക്കെതിരെ തീവ്രപരിക്കൽ, റാലികൾ, കൂട്ടയോട്ടം, സൈക്കിൾ റാലി, ഏകദിനം ശില്പശാല, എക്സിബിഷനുകൾ, ലഹരിക്കെതിരെ വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി മുഴുവൻ വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. സമൂഹത്തിൽ വളർന്നു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ സംഘടിക്കുവാനും മഹാവിപത്തിനെ ഉന്മൂലനം ചെയ്യുവാനും കുട്ടികൾ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പാർലമെന്റ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ടി കെ ഷാജിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ലഹരി വിരുദ്ധ ക്ലബ്ബ് കൺവീനർ AP ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. സനൽകുമാർ, OP അനന്തൻ, AT സനേഷ്, MK രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികൾ സ്പീക്കറും വിവിധ വകുപ്പ് മന്ത്രിമാരുമായും മറ്റ് വിദ്യാർത്ഥികൾ നിയമസഭാ സാമാജികരായും ചോദ്യവേള സംഘടിപ്പിച്ചു. സമഗ്ര ന്യൂസ് പാനൂർ.